എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മോഹിനി ലക്ഷ്മിയമ്മയും മഹേഷിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, നന്ദൂട്ടനില്ലാത്തോണ്ട് വീട്ടില് ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ശരിയാ, അവരുണ്ടെങ്കിൽ എന്തൊരു ബഹള, സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഓട്ടമായി പാച്ചിലായി. പിന്നീട് അവനോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും ഒരു നിമിഷം ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക, അവനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയാ, ഒരുപക്ഷെ അതുകൊണ്ടാണോ പിങ്കി താഴേക്ക് പോലും ഇറങ്ങി വരാത്തെ എന്ന് മഹേശ്വരൻ ചോദിക്കുകയാണ്. എങ്ങനെ വരും, പിങ്കിക്കാണെങ്കിൽ അവനില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ പിങ്കി താഴേക്ക് പോലും ഇറങ്ങി വരാത്തെന്ന് പറയാ. ആ സമയം മോഹിനി ചോദിച്ചു, നിങ്ങൾ ഇത് ആരെ കുറിച്ചാ പറയണേന്ന് ചോദിക്കുക. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, എന്താ മോഹിനി, നിനക്കെന്താ ഇത്ര സമയം ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ഇത് ആരെ കുറിച്ചാ, കുറെ സമയം ആയല്ലോ. ഈ സമയം മഹേശ്വരൻ പറഞ്ഞു, അതെന്തു വർത്താനോ മോഹിനി നീ പറയണേന്ന് ചോദിക്കുക. ഞങ്ങൾ പറഞ്ഞ ആരെ കുറിച്ചാന്ന് എന്തിനെ കുറിച്ചാന്ന് നിനക്കറിയാലോ. ഓ അതെ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയണേ, ഈ നന്ദൂട്ടൻ എന്ന് പറയുന്നേ ആരാ നിനക്ക് ശരിക്കും അറിയാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹേഷിന്റെ ലക്ഷ്മിയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി. ഒരു രക്തബന്ധം പോലും ഇല്ല ഇവിടെ ആ കൊച്ചിന്, പക്ഷെ എങ്കില് അവൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും എന്തൊരു ബുദ്ധിമുട്ടാന്ന് ചോദിക്കേ. ഇത് കേട്ടപ്പോ മഹേശ്വരൻ പറഞ്ഞു, ലക്ഷ്മി ദേ മോഹിനി നീ പറഞ്ഞു ഇനി പറയല്ലെന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ, ദത്തെടുത്തോണ്ട് വന്നല്ലേ അവനെ, പിന്നീട് പിങ്കിയുടെ ഗൗതത്തിനെ മോനായിട്ട് വളർത്തുന്നു. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ചേട്ടാ മഹേശ്വരൻ പറഞ്ഞു, അവന്റെ കേക്കലങ്ങാനും നീ പറഞ്ഞുണ്ടല്ലോ, അത് അവനില്ലാത്തോണ്ടല്ല ഞാൻ പറയണേ, അവനുണ്ടെങ്കിൽ ഞാനിത് പറയുമെന്ന് ചോദിക്കാം. അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ പറഞ്ഞുകൂടാ എന്ന് പറയണം. അപ്പം ഗൗതവും പിങ്കിയും കൂടെ ആ കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുന്നതാണ്. ഈ സമയം മോഹിനി പറഞ്ഞു, എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോന്നേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ഗൗതമും പിങ്കിയും കൂടെ അഭിനയിക്കുമല്ലേ ഭാര്യ ഭർത്താക്കന്മാരാന്നും പറഞ്ഞോണ്ട്, അല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് തമ്മിലൊരു ബന്ധമില്ലല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്, അവര് മനസ്സ് വെക്കുവാണെങ്കിൽ അവർക്ക് ശരിക്കും ഒരു കുഞ്ഞുണ്ടാവില്ല, ഈ ഇന്ത്യവരത്തിന്റെ അവകാശം ഉണ്ടാകത്തില്ലെന്ന് ചോദിക്കുക. മഹേഷിന്റെ ലക്ഷ്മി അമ്മയ്ക്കും ഉത്തരം മുട്ടി. ഈ സമയം ലക്ഷ്മി അമ്മയെ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് നീ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട മോഹിനി, ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നന്ദൂട്ടൻ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകളെങ്ങാനും അവന്റെ മുന്നിൽ വെച്ച് പ്രയോഗിച്ചാണ്ടല്ലോ നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയണം. മഹേശ്വരൻ പറഞ്ഞു, അത് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറയാ, അല്ലാതെ മറ്റാരും ആയിരിക്കില്ലെന്ന് പറയാ. എഴുന്നേറ്റ് പോടിയെന്ന് പറഞ്ഞിട്ട് മോഹിനി അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് അങ്ങോട്ട് വിടുവാണ്. മോഹിനി പിറുകുറുത്തോണ്ട് അങ്ങ് എഴുന്നേറ്റ് പോവാം. ആ സമയം ലക്ഷ്മി പറഞ്ഞു, കേട്ടില്ലേ മഹിയേട്ട അവള് പറഞ്ഞത്. ഇത് കേട്ടപ്പോ മഹേശ്വരൻ പറഞ്ഞു, അല്ല മോഹിനിയും തെറ്റു പറയാൻ പറ്റില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ ഗൗതം പിങ്ങിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാവുകയാണെങ്കിൽ ഈ ഇന്ത്യവരത്തിന്റെ ഒരു അവകാശം വരത്തില്ലേ ഓടി നടക്കാനായിട്ട്, അതൊന്ന് ആലോചിച്ച് വെക്കാൻ പറയണ. ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഹിയേട്ടാ, അതിന് അവനും കൂടെ സമ്മതിക്കണ്ടേ, അവൻ അതിന് ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ, അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാ. മഹേശ്വരൻ പറഞ്ഞു, അതെങ്ങനെ പെട്ടെന്നൊന്നും അവനും മറക്കാൻ പറ്റുന്ന കാര്യമില്ല. നന്ദ അവസാനമായിട്ട് ഈ മോനെ കൊണ്ട് ഇവിടുന്ന് പോയെന്ന ആ ഒരു നിമിഷം അതെപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നീർന്ന വേദനയായിട്ട് കിടക്കുവാന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിലാതുണ്ട്, ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ കാര്യം ഇരിക്കുന്നത്, വരാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിനെ ഗൗതത്തിനെ തമ്മിൽ ഒന്നിപ്പിക്കണം, എങ്കിൽ മാത്രം ഇനി ഇന്ത്യവരത്തിൽ ഒരു പുതിയൊരു അവകാശം ഉണ്ടാകാനായിട്ട് പോകുന്നുള്ളൂ. രക്തബന്ധമുള്ള അവകാശം വേണമെന്നല്ലേ മോഹിനി പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നന്ദൂട്ടിനെ ദത്തെടുത്തിരിക്കുന്നതല്ലേ, നന്ദൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് സ്കൂളിലേക്ക് ഗൗരിയും കൂട്ടി നന്ദ വരുവാണ്. നന്ദ വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ ഗൗരിയോട് ചോദിച്ചു, അല്ല ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിനാണല്ലോ, അമ്മയും കൂടെ സ്കൂളിലേക്ക് വന്നോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതെ, അമ്മ വരുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അമ്മേനെ കാണാലോ എന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. ഗൗരിമോൾ കാര്യം കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ അതെ അമ്മേനെയാണോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗൗരി ഇങ്ങനെ ഒരു നിമിഷം നന്ദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നന്ദയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. നന്ദയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം നന്ദ ഗൗരിയോട് പറഞ്ഞു, അതെ മോള് ക്ലാസ്സിലേക്ക് പൊയ്ക്കോ, പോയി കളിച്ചോളാൻ പറയണം. അങ്ങനെ ഗൗരി അങ്ങോട്ടേക്ക് ഓടിപ്പോണ സമയത്ത് നന്ദ പറഞ്ഞു, അത് ഡോക്ടറെ, അവൾക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ ജീവന്. പിന്നെ ടീച്ചർ നന്ദയോട് പറഞ്ഞു, ഞങ്ങള് കുട്ടികൾ ഓരോരുത്തരോടും ചോദിക്കും നിങ്ങൾക്ക് ആഗ്രഹം എന്ന്. ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർ പറയുന്നത് അവരുടെ അച്ഛന്റെ ജോലി എന്താണ് അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കാരണം അവർക്ക് ടീച്ചറിന്റെ മോള് ടീച്ചർ ആവാനും അല്ലെങ്കിൽ ഡോക്ടറുടെ മോള് ഡോക്ടർ ആവാനും. പക്ഷെ ഇവള് പറഞ്ഞ് നേരെ തിരിച്ചാ. ഇവള് പറഞ്ഞ എന്താണെന്നറിയാവോ, എനിക്കൊരു പോലീസ് ഓഫീസർ ആവണമെന്നാ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചിരുന്നു നന്ദ ഡോക്ടറെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോലീസുകാരുണ്ടോന്ന് ചോദിക്കുക, ഇത്രമാത്രം കുട്ടീനെ സ്വാധീനിക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന മുഖം അച്ഛൻ വിനയേന്ദ്രന്റെ ആയിരുന്നു. പിന്നീട് വന്നത് ഗൗതത്തിന്റെ മുഖമായിരുന്നു വന്നിരുന്നത്. പിന്നീട് നന്ദ ആ കാര്യം പറയാണ്, എന്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു പറയാം. ഓ, വെറുതെ അല്ല അവൾക്ക് ഇങ്ങനെ തോന്നാനായിട്ട് കാരണം. പക്ഷെ ഗൗതത്തിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പോഴേക്കാണ് ജയശ്രീ ടീച്ചർ അങ്ങോട്ട് വരുന്നത്. പിന്നീട് നന്ദയെ പരിചയപ്പെടുത്തുകയാണ്, ഇത് ജയശ്രീ ടീച്ചർ. നന്ദ ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വന്നതെന്ന് പറയണം. ഓ ശരി. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ട് ജയശ്രീ ഡോക്ടറോട് നന്ദ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്താണ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒരു ബസ് വന്നിന്ന്. ആ ബസ്സിനകത്തുനിന്ന് നന്ദൂട്ടിന്റെ ടീച്ചേഴ്സും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. അപ്പൊ ടീച്ചറും കുട്ടികളും അങ്ങ് ആദ്യം ഇറങ്ങുവാണ്. അപ്പൊ 2-3 പേര് മാത്രം അവിടെ അവശേഷിച്ചു. ആ കൂടെ നന്ദൂട്ടനും ഉണ്ടായിരുന്നു. നന്ദൂട്ടൻ ഇങ്ങനെ ഇറങ്ങാതിരിക്കുന്ന കണ്ടപ്പോഴത്തേനും 2 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, എന്താടാ നീ ഇറങ്ങാത്തേന്ന് ചോദിക്കാം. അതെ, നിങ്ങൾ ഇറങ്ങിക്കോ, എനിക്ക് അല്പം താമസം ഉണ്ട് ഇറങ്ങാനായിട്ട്, പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാല് വയ്യാത്തോണ്ട്. ഹോ, കാല് വയ്യാത്തോണ്ടല്ലേ? എടാ, നിനക്ക് ആ വീട്ടിലെങ്ങാനും ഇരുന്നാ പോരായിരുന്നോ? നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാനും പറ്റില്ല, വെറുതെ കാണാനാന്നും പറഞ്ഞോണ്ട് നിനക്ക് നാണം ഉണ്ടാടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നന്ദോട്ടം പറഞ്ഞു, വെറുതെ എന്നോട് വഴക്കടിക്കാൻ വരണ്ടെന്ന് പറയും. എനിക്ക് വഴക്കടിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പറയാം. പിന്നെ ഒരുത്തൻ വന്നിരിക്കുന്ന പോലും അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് കളിയാക്കുവാണ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഇവനിട്ടൊരു പണി കൊടുക്കാം. സ്കൂളിൽ വെച്ചാണെങ്കിൽ ഇവന്റെ അച്ഛൻ വലിയ IPS ഓഫീസർ ആണെന്നുള്ള ഇതാ, ഇവിടെ വെച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവന്റെ 2 എണ്ണം കൊടുത്താലും ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. ഈ സമയം അവനവിടെ ഒന്നും മിണ്ടായിരിക്കണേ. എന്താടാ നീ നോക്കുന്നേ എന്ന് നന്ദൂട്ടനോട് ചോദിക്കണം. നന്ദൂട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എടാ, നിനക്ക് റേസിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അടുത്ത വർഷം പങ്കെടുക്കാം, അടുത്ത വർഷത്തെ ചാമ്പ്യൻ എന്നും പറഞ്ഞല്ലേ അവൻ വന്നിരിക്കുന്നേ. ഈ സമയം നന്ദൂട്ടൻ പറഞ്ഞു, അതെ, എന്നോട് കിടന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്ത് കാണിക്കേണ്ട എവിടെയാണെന്നറിയോ, ഈ വാശിയൊക്കെ കാണിക്കേണ്ട എവിടെയാണെന്നറിയോ, ഗ്രൗണ്ടിൽ കാണിക്കണം. ഗ്രൗണ്ടിൽ കളിച്ച് ജയിക്കാൻ നോക്ക്, അല്ലാതെ എന്നോട് ഇതുപോലത്തെ ഒരു വീമ്പ് വർത്താനം പറഞ്ഞുകൊണ്ടിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയണം. അവസാനം അവന്മാർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഏറ്റവും അവസാനമാണ് നന്ദൂട്ടൻ ഇറങ്ങി വരുന്നത്. അപ്പൊ അതൊക്കെ നന്ദൂട്ടൻ അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഗൗരി കണ്ടു നന്ദൂട്ടനെ. ഗൗരി ഇങ്ങനെ നന്ദൂട്ടനെ നോക്കി, കാലൊക്കെ വയ്യാതെ ഇങ്ങനെ വെച്ചുകെട്ടുമായിട്ട് നടന്നു വരുന്ന കണ്ടപ്പോ ഗൗരിക്ക് ഒരു സഹതാപം. ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് ചെയ്യണം, നന്ദുവിന്റെ സ്കൂളിൽ നിന്ന് വന്ന് 2 ചക്കമ്പിള്ളേര്, അവന്മാർ ഇച്ചിരി കുരിപ്പുകളാണ്. അവന്മാര് വന്നിട്ട് എന്ത് ചെയ്യണം, നന്ദുവിനെ പിടിച്ച് ഒറ്റ തള്ളൽ അങ്ങോട്ട് തള്ളി. നന്ദു എടുത്തടിച്ചോടെ താഴെ കിടക്കണം. എടാ, മര്യാദയാണ് മര്യാദ, മനസ്സിലായല്ലോ? നിനക്ക് സ്കൂളിൽ വെച്ച് തരേണ്ടതായിരുന്നു, അവിടെ വെച്ച് തരാൻ പറ്റില്ല, അതുകൊണ്ടാ ഈ സ്കൂളിൽ വന്നിപ്പോ ഇവിടെ വെച്ച് തരുന്നേ. ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറയണം. ഭയങ്കര ഗുണ്ടായസം കാണിക്കുവാണ് ആ കുരിപ്പുകൾ തമ്മില്. ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഗൗരിക്ക് സഹിച്ചില്ല. ഗൗരി അങ്ങോട്ട് പറന്നങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് നിന്നിട്ട് അവന്മാരടിച്ച്, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിക്കും. കണ്ട് മനസ്സിലായില്ലേ നിൽക്കും. മര്യാദയ്ക്ക് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറയാ. അവന്മാര് മൈൻഡ് ചെയ്യാൻ നിൽക്കുക. എഴുന്നേപ്പിച്ചില്ല നിന്റെയൊക്കെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. മര്യാദയ്ക്ക് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറയാ. ഇപ്പൊ തന്നെ ഞാൻ കൊണ്ട് കംപ്ലൈന്റും കൊടുക്കും. നിനക്കൊക്കെ പിന്നെ മത്സരിക്കാനും പറ്റില്ലെന്ന് പറയാ. അത് കേട്ടതും അമർക്ക് പേടിയായി. ഇവളെങ്ങാനും ഇനി അങ്ങനെ ചെയ്യുവാന്ന്. അവസാനം നന്ദൂട്ടനെ പിടിച്ച് എഴുന്നേപ്പിക്കുക. അവന്മാരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നന്ദൂട്ടനോട് ചോദിച്ചു, വല്ലതും പറ്റിയോന്ന് ചോദിക്കുക. കുഴപ്പമൊന്നും പറ്റിയില്ല. ഇതെന്ത് പറ്റിയതാ കാലിന്? അതൊരു ആക്സിഡന്റ് ആന്ന് പറയാ. ആഹാ, ബാ എന്ന് പറഞ്ഞോണ്ട് നന്ദൂട്ടന്റെ കൈ പിടിച്ച് ഗൗരി അങ്ങോട്ടേക്ക് പോവാ. ഒരു കാര്യം ചെയ്യാം, എന്റെ അമ്മയെ ഒരു ഡോക്ടറാ, ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കാം. ഇതേ ഒക്കെ പറയണം. അല്ല, പേരെന്താന്ന് പറഞ്ഞ, എന്റെ പേര് നന്ദു. പിന്നീട് ഗൗരി പറഞ്ഞു, എന്റെ പേര് ഗൗരി എന്നാന്ന് പറയണം. നമുക്ക് അമ്മയുടെ അടുത്ത് ചെല്ലുവാണെങ്കിലേ അമ്മ ചിലപ്പോ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമായിരിക്കും. ചിലപ്പോ കാലിന് അസുഖങ്ങളോ ഭേദമായാലോ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റൂല എന്നൊക്കെ ചോദിക്കണം. അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടനും ആ കൂടെ പോവാണ്. ഈ സമയം നന്ദ അവിടെയുള്ള കുട്ടികളെയൊക്കെ പരിശോധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൗരിയും നന്ദൂട്ടനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ഗൗരി വന്നിട്ട് പറഞ്ഞു, ഇതേ അമ്മേ, ഇത് നന്ദു എന്ന ഇവന്റെ പേര്. ഇവൻ മത്സരിക്കാൻ വേണ്ടി വന്നതല്ല, മത്സരം കാണാൻ വേണ്ടി വന്ന. ഇവന്റെ കാല് മേലാത്തോണ്ടേ അമ്മയൊന്ന് നോക്കിയേ, ഇവന്റെ കാല് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറയണം. അങ്ങനെ നന്ദൂട്ടിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഗൗരിയെ കാലിലേക്ക് നോക്കുകയാണ്. കാലിന്റെ ആ വെച്ചിരിക്കുന്ന ആ ബാൻഡേഡും കാര്യങ്ങളും അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് കാലിലൊക്കെ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോ നന്ദൂട്ടൻ ചോദിച്ചു, അല്ല ഡോക്ടറെ, എനിക്ക് നടക്കാൻ പറ്റുമോന്ന് ചോദിക്കുകയാണ്. എനിക്ക് റേസിലാകത്ത് പങ്കെടുക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. അതിനെന്താ, പങ്കെടുക്കാൻ പറ്റും. മോൻ കഴിക്കുന്ന അല്ലെങ്കിൽ തേക്കുന്ന എന്തെങ്കിലും ഓയിൻമെന്റ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. ഉണ്ടെന്ന് പറയണം. അങ്ങനെ അതെടുത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേനും ഗൗരിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇത് തേക്കണ്ട കേട്ടോ, ഞാൻ വേറൊരു ഓയിൻമെന്റ് തരാം. മോന് വേദന ഉണ്ടെങ്കിലും വേദന ഇല്ലേലും അത് തേച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ ഒരു ഓയിൻമെന്റ് ഒക്കെ വേറെ മാറി കൊടുക്കുകയാണ്. അവനും എന്താന്നില്ലാതെ സന്തോഷം തോന്നി. പിന്നീട് ഗൗരിയും കൂട്ടിക്കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ്. നന്ദ ആ പോക്ക് കുറെ സമയം ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തോ നന്ദയുടെ മനസ്സിനുള്ളില്
സന്തോഷമാണോ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആ സമയം ഉണ്ടാവുകയാണ്. പിന്നീട് ഇന്ത്യവരത്തില് പവിത്ര ഇങ്ങനെ ഫോൺ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത്. പവിത്ര പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേ, ഈ കോമഡി ഒന്ന് കണ്ടേന്ന് പറയണ. ഇത് കേട്ടതും മോഹിനി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും പവിത്ര, ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതെ, അവര് വന്നിട്ടുണ്ട്. ആ സ്ത്രീ. ഏത് സ്ത്രീ? അല്ല, ആ പിങ്കിയുടെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു സ്ത്രീയില്ലേ, അവര് തന്നെ വന്നിരിക്കുന്നത്, ആ കമലമ്മ, അവര് വന്നിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ടതും പവിത്ര ഒരു നിമിഷം ഒന്നും ഞെട്ടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.